കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി സഞ്ജയ് റായ്ക്ക് മരണം വരെ തടവ് വിധിച്ച് സെഷൻസ് കോടതി. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് വിലയിരുത്തി വധശിക്ഷ എന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി തള്ളി. നഷ്ടപരിഹാരമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് 17 ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് സിൽദ സെഷൻസ് കോടതി നിർദ്ദേശം നൽകി. അതേസമയം കോടതി വിധിച്ച നഷ്ടപരിഹാര തുക തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ഇരയുടെ ബന്ധുക്കളും പ്രതികരിച്ചു. സീൽദ സെഷൻസ് കോടതി ജഡ്ജി അനിർബൻ ദാസ് ചുരുങ്ങിയ വാക്കുകളിലാണ് വിധി പ്രസ്താവിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി പ്രതി സഞ്ജയ് റോയ് മരണം വരെ ജയിലിൽ തുടരണമെന്ന് വിധിച്ചു. കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. നഷ്ടപരിഹാരം നിരസിച്ച ഡോക്ടറുടെ കുടുംബം നീതിയാണ് വേണ്ടതെന്ന് കോടതിയിൽ പറഞ്ഞു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് മാതാപിതാക്കൾ വിധി പ്രസ്താവനയ്ക്ക് തൊട്ടുമുമ്പും ആവശ്യപ്പെട്ടിരുന്നു. കേസന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതായും വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്നും ഡോക്ടറുടെ കുടുംബത്തിന്റെ അഭിഭാഷകർ. Let me have the copy of the judgment. There has been some lapses in the part of the investigation which we pointed out in our argument, and that is the actually reflection of that argument in the judgment. Okay. There has been severe lapses in the part of the investigation. Okay. Thank you. And judge have mentioned this is not the rarest. Yes. Judge have mentioned that there has been some confusion regarding the investigation. Let's see. Let us have the copy of the judgment first, then we'll decide later. കുറ്റകൃത്യത്തിൽ തനിക്ക് പങ്കില്ലെന്നും CBI തന്നെ കേസിൽ കുടുക്കിയതാണെന്നും സഞ്ജയ് റോയ് കോടതിയിൽ ആവർത്തിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞെന്നായിരുന്നു കോടതിയുടെ മറുപടി. എങ്കിൽ വധശിക്ഷ ഒഴിവാക്കി മറ്റു ശിക്ഷ പരിഗണിക്കണമെന്നും സ്വയം പരിഷ്കരണത്തിന് അവസരം നൽകണമെന്നും പ്രതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9 മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ 31 വയസ്സുകാരിയായ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. കേസെടുത്തതിലെ കാലതാമസമടക്കമുള്ള ആക്ഷേപങ്ങളെ തുടർന്ന് ഹൈക്കോടതിയാണ് കേസന്വേഷണം CBIക്ക് കൈമാറിയത്. കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായതായി സുപ്രീം കോടതിയും വിമർശിച്ചിരുന്നു. ജനം, ഡൽഹി.